അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് നെറ്റ് ഫിഷിങ് കാണാനും പറ്റും, കൂടാതെ ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. ചൂണ്ടയിടേണ്ടവർക്ക് ചൂണ്ടയിടാം, വല വീശി മീൻ പിടിക്കേണ്ടവർക്ക് വലയും വീശി മീൻ പിടിക്കാം. എന്ത് തന്നെയാണെങ്കിലും അടിപൊളി ഒരു ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അരൂർ എത്തിയപ്പോഴത്തേക്കാണ് ഒരു അപ്പൂപ്പൻ വള്ളത്തിൽ നിന്നുകൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കണ്ടത്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ചെറുപുറ മീൻ പൊക്കിയെടുക്കുകയാണ്. കൂരിയായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ അത് കണ്ട് നോക്കി ഇന്ന് പോകാൻ തോന്നിയില്ല. അവസാനം അപ്പം മീൻ പിടിച്ചു കഴിഞ്ഞപ്പം വള്ളം തെള്ളി പോകുന്ന കാഴ്ചയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ടത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എത്തിയേക്കുവാണ്. ഇവിടെ ചൈനീസ് നെറ്റ് ഫിഷിങ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പം ചൈനീസ് നെറ്റ് ഫിഷിംഗ് ആണ് കാണുന്നത്. നോക്കിയാൽ നിറയെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ദേ ഇപ്പം ഇത് താത്തി ഇട്ടേക്കുവാണ്. ദേ അവിടെ കൂടെ ഒരു കപ്പൽ പോകുന്ന കണ്ടാ, നോക്കിയേ എന്തടിപൊളി കാഴ്ചയാണ്. ബബ്ലൂസ് കപ്പൽ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ട്. വലിയ കപ്പൽ നോക്കിക്കോ, വലിയ കപ്പൽ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ബബ്ലൂസ് എപ്പോഴും, ഞാൻ എനിക്കൊരു കപ്പൽ കാണണം, പൂതിയാണെന്ന്. ബബ്ലൂസ് ആഗ്രഹം തീർത്തു. വലിയ കപ്പൽ ഞാൻ നേരിട്ട് നിർത്തിയേക്കുമല്ലേ, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ തൊട്ടടുത്ത്. കണ്ടാ ഇപ്പം കപ്പൽ പിടിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ കപ്പൽ പിടിക്കും. ഇവിടെ ചൈനീസ് നെറ്റ് ഫിഷിങ്ങിന്റെ തയ്യാറെടുപ്പാണ്. ഇത് താത്തിയിട്ടേക്കുവാണ്. ചീനവല ചൈനീസ് നേരത്തെ പൊക്കിയപ്പോഴത്തേക്ക് മീൻ കുറവായിരുന്നു. മീൻ ചെറിയ മീനെ തിരിച്ചു വിട്ട് ഇനിയിപ്പോ വലിയ മീനെ കുറെ അതേ മീനെ പിടിച്ചിട്ടിട്ടുണ്ട്. കണമ്പും വറ്റ, കുഞ്ഞു വറ്റ. മീനൊക്കെ കിട്ടും. ബബ്ലൂസ് അങ്ങോട്ട് പോകല്ലേ, ഇവിടെ അടുത്ത് മീനൊക്കെ കിട്ടുന്നതാണ്. ഓടിച്ചല്ലേ നിക്ക് നോക്കട്ടെ. ഇത് കണ്ടാ ഇതാണ് മോനെ ചാകര. ഓരോ 10 മിനിറ്റ് ഇടവിട്ട് ഇട്ട് കൊടുക്കുമായിട്ട് അവര് മീൻ കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ ചിലപ്പോ നിറയെ മീൻ കിട്ടും, ചിലപ്പോ മീൻ കിട്ടത്തില്ല. അങ്ങനെയൊക്കെയാണല്ലേ. എന്തായാലും ഇന്ന് കുറെയൊക്കെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതലും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീനെ നമുക്ക് ഇവിടുന്ന് തന്നെ ജീവനുള്ള മേടിക്കും. ഇവിടുന്ന് തന്നെ വാങ്ങിച്ച് അവിടുന്ന് തന്നെ അവർ വെച്ച് തരുമല്ലോ അല്ലേ? അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുത്താൽ കുക്ക് ചെയ്ത് തരും. മീനുണ്ടെങ്കിൽ അങ്ങോട്ട് ഇല്ല കേട്ടാ. മീനുണ്ടാന്ന് നോക്കാം നമുക്ക്. മീനെ കൊണ്ടുവരുന്നവർ എവിടെ ഒന്ന് കാണിച്ചു കണ്ട. ഇതാണ് നമ്മളെ മച്ച, മീനുമായിട്ട് വരുവാണ്. എടുത്തു. പോട്ടെ മച്ചൻ പോട്ടെ. കണ്ട, ഇതാണ് മോനെ ഫ്രഷ് മീൻ കേട്ടാ. ബബ്ലൂസേ ഒന്ന് എടുത്ത് പിടിച്ച് കാണിച്ചു. ഇതാണ് പെട്ടക്കുന്ന സാധനം. എപ്പോഴും പറയത്തേ ഉള്ളു, ഇതാണ് പെട്ടക്കുന്ന സാധനം കേട്ടോ. അപ്പം ഇനിയും പൊക്കവും താത്തും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ വീണ്ടും ഇനി പൊക്കാൻ പോവാണ് കേട്ടാ. കണ്ട, ആ വരുന്ന പാറയെ നമ്മൾ സൂക്ഷിക്കണം. നല്ല വെയിറ്റ് ഉള്ള പാറയാണ് കേട്ടോ. ഇത് പൊക്കുമ്പോഴും താഴ്ത്തുമ്പോഴും ഇത് ഈ റോപ്പിൽ നിന്ന് വിട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ പലർക്കും അപകടം പറ്റിയിട്ടുമുണ്ട്. അപ്പം ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ. കൂടാതെ ഇതിലെ കൂടെ നടക്കുമ്പോഴും പലകയാണ് നിരത്തി വെച്ചേക്കുന്നത്. അപ്പം ആ പലകയൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ ചിലതൊക്കെ ഉറഞ്ഞൊക്കെ ഇരിക്കും. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വീണ്ടും പൊക്കുവാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ എപ്പോൾ പൊക്കുമ്പോഴും മീൻ കിട്ടും. ചില സമയത്ത് ഒന്നും കിട്ടത്തില്ല. ചില സമയത്ത് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടി കിട്ടും. അതൊക്കെ ഓരോ ദിവസത്തെ ഭാഗ്യ പരീക്ഷണമാണ് ഈ മീൻപിടുത്തം. എന്ത് തന്നെയാണെങ്കിലും ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വെയിലൊക്കെ കൊണ്ടിട്ട് ഇത്ര നേരം നിന്നിട്ടാന്നറിയാം. പിന്നെ ഇവിടെ മാറി നിൽക്കത്തില്ല, ഇതങ്ങോട്ട് ഇടും, പിന്നെ പോയൊരു ഷെഡിൽ ഇരിക്കും, അത് കഴിഞ്ഞ് വന്ന് പൊക്കും. എന്ത് തന്നെയാണെങ്കിലും കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. പിന്നെ വള്ളത്തിൽ പോയി കടലിൽ പോയി മീൻ പിടിക്കുന്നവരുടെ അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല. ഈ പ്രാവശ്യം മൊത്തം ചെറിയ മീനായിരുന്നു, വറ്റ ചെറുത്. എന്ത് തന്നെയാണെങ്കിലും അത് അവർ തിരിച്ചിട്ട് അതൊരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ അതവിടെ കിടന്ന് വലുതാകട്ടെ. ഒരു 3-4 പേര് കാണും, ഒരു ടീമായിട്ടാണ്. ഈ ബീച്ചിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഈ ഒരു ഏരിയയാണ്.
ഈ ചൈനീസ് നെറ്റ് ഫിഷിങ്ങിന്റെ അഥവാ ചീനവല. കുഞ്ഞു മീൻ. അതിനുശേഷം വീണ്ടും വെള്ളത്തിലേക്ക് ഇടുവാണ് കേട്ടോ. ഇപ്രാവശ്യം അവർക്കൊരു നിരാശയായിരുന്നു. നല്ല തിരിത മീനുണ്ട്, തിരിത കണമ്പെന്നൊക്കെ പറയത്തില്ല, അതിന് നല്ല വിലയുള്ള മീനാണ്. ചില സമയത്ത് കിള കണക്കിനാണ് അതിങ്ങനെ കയറുന്നത്, അന്നാ അവർക്ക് കൊയ്ത്താണ്. ഇവിടുന്ന് നമുക്ക് മീൻ മേടിച്ചോണ്ട് പോയാൽ നല്ല ലാഭമാണ് കേട്ടോ. നമ്മുടെ മുമ്പ് വെച്ച് പിടിക്കുന്ന നല്ല ഫ്രഷ് മീനെ നമുക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. ഇനി കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ഇത് പൊക്കും. അപ്പൊ ഇനി മീൻ കിട്ടുവായില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടാ. ഇവിടെ മീൻ പിടിക്കാനും മീൻ മേടിക്കാനും മാത്രം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ. നേരത്തെ ഇതിൻ്റെ അകത്ത് എല്ലാവരും കൂടെ വന്ന് കയറിയപ്പോഴത്തേക്ക് അവർ വഴക്ക് പറഞ്ഞ് ഓടിച്ച്. കാരണം അവർക്ക് എല്ലാവരും കൂടെ കയറി ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പം മീൻ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണ്ടും അടുത്ത പൊക്കുന്ന നമുക്ക് ഇന്നലെ പാറക്കല്ല് തലയിൽ എന്താ വരുന്ന വരവ്. അപ്പം മീനും കൊണ്ട് വരും. എന്താ അടുത്ത പൊക്കലാണ്. എന്താ അങ്ങോട്ട് ചെല്ലേ. കുടഞ്ഞിരുന്നട് കുടഞ്ഞിരുന്ന സാധനം അല്ലേ. ഇങ്ങോട്ട് ഈ കുടഞ്ഞിരുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഈ മീൻ കുത്തിയാലേ 24 മണിക്കൂർ നെഞ്ചുവേന വരുമെന്ന്. നച്ചു അല്ലെ, നച്ചുര 24 മണിക്കൂർ നെഞ്ചുവേന വരും. അത്രക്ക് പേനായിരിക്കും. അത്രക്ക് ഒരു സൈസ് പ്രത്യേക വേദന. പവറാണ്. ഇതിന്റെ മുള്ളെന്ന് നോക്കി നിങ്ങളെല്ലാരും സൂക്ഷിച്ചോട്ടാ. നെഞ്ചുവേന വന്ന ആളാണ് നിക്കുന്നത്. അരിഞ്ഞു കളയോ? ആ, കുത്തും തിരിച്ചിട്ടാ പോവാ. തിരിച്ചു കളയുന്ന എന്താ ആണോ? പക്ഷെ ടേസ്റ്റ് ആണല്ലോ. ആണല്ലേ, തിരിച്ചു കളയതാ. എന്തായാലും കൊള്ളാം കേട്ടോ. അവര് പിടിച്ച മീനാണ്. ഉണ്ട് ആ മീനും കൂടെ വിൽക്കും ഇവര്. ഇത് അതാ അടുത്ത കപ്പല്. ഇവിടെ നിന്ന് ചുമ്മാ കപ്പൽ വരല്ല. കണ്ട വീഡിയോ പിടിക്കാനൊക്കെ നിറയെ ആളാണ് കേട്ടാ. കപ്പൽ പോകുന്ന കണ്ട. ആഹാ, ചേട്ടനൊക്കെ എന്ത് സ്നേഹമാന്ന് നോക്കിയേ. ചായ കുടിക്കാൻ ഒരു പരിചയം ഇല്ല. ഇതാണ് ചിലരുടെ മനസ്സ്. ഇതാണ് നമ്മുടെ മിത്രങ്ങളല്ലേലും മിത്രങ്ങള് കേട്ടാ. ഒരു പരിചയം ഇല്ല. കണ്ടാ, നോക്കി വെച്ചവരാ എന്ന് പറഞ്ഞത്. ഒരു പരിചയമില്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവര് കഴിക്കുമ്പോ തന്നെ നിർബന്ധിച്ച് ഏത് കടി വേണേലും കഴിക്കാനാ പറയുന്നത്. കണ്ടാ, ഇങ്ങനെയുള്ളവരെ എവിടെ കിട്ടാനാണ്? അതാണ് മക്കളെ, കൊച്ചിന്റെ മക്കള്. ചില സമയത്ത് നമ്മൾ ചിലരെയൊക്കെ കാണുമ്പം നമ്മുടെ ആരുമല്ലേലും ആരെങ്കിലും ഒക്കെ ആണെന്നുള്ള ഒരു തോന്നലെങ്കിലും വരും. അതുപോലെ ആയിരിക്കും ചിലരുടെയെങ്കിലും പ്രവൃത്തി കേട്ടാ. നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ നിർബന്ധിച്ച് ചായയും അവർക്ക് മേടിച്ച കടിയൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ട് ഞങ്ങളെ ഇവരുടെ കസേരയിൽ ഇരുത്തി ഇതെല്ലാം കഴിപ്പിച്ച് കുടിപ്പിച്ചിട്ടൊക്കെയാണ് വിട്ടത്.
അങ്ങനെ ഞങ്ങൾ ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മൊത്തം ചൈനീസ് നെറ്റ് ഫിഷിംഗ് ആണ്. അതിനുശേഷം ഇവിടെ നടക്കുമ്പോൾ ഇവിടുന്ന് പിടിച്ച ചൈനീസ് നെറ്റ് അഥവാ ചീന വല ഉപയോഗിച്ച് പിടിച്ച മീനൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി. നമുക്ക് ഇത് നല്ല ഫ്രഷ് മീനാണ്. അവരുടെ നിന്നും മേടിക്കാം, ഇവിടുന്ന് വാങ്ങിക്കാം. വാങ്ങിച്ച് ഏത് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്താലും കുക്ക് ചെയ്ത് തരും. ഒരെണ്ണമല്ല, ഒരുപാടുണ്ട്. അങ്ങോട്ട് മാറിയുണ്ട്, ഇവിടെ ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ. ഇതേ നോക്കിയേ എന്തൊക്കെ ടൈപ്പിലെ മീനാണെന്ന് കണ്ടാ. പ്രിയ മീൻ ലോബ്സ്റ്റർ. വലുത് വേണം. വലുതാണ് കേട്ടാ. വലുതും ചെറുതും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ വലുതൊക്കെ ഇരിപ്പുണ്ട് ഇതിനെക്കാട്ടി. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇവിടെ കുക്ക് ചെയ്യുക. നമുക്ക് അന്നേരം ഇരുന്ന് കഴിക്കാൻ പറ്റും. ഫിഷും കൂടെ ഒന്ന് കാണിച്ചു. ഈ ഫിഷും കൂടെ ഒന്ന് കാണിക്കും. ചെമ്പല്ലിയുണ്ട്, ഏരിയുണ്ട്. ചെമ്പല്ലിയേരി, ചെമ്പല്ലിയേരി, സീബാസ് ഒക്കെ ഉണ്ട്. റെഡ് സ്നാപ്പർ ഉണ്ട്. സ്നാപ്പറിനാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞത്. എപ്പോഴും മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ അവിടെ വാങ്ങിച്ചാൽ ഫുള്ളായിട്ട് ബുക്ക് മാറി പൊടിച്ച് തവ ഫ്രൈ അഗ്രില്ല അവിടെ റൈസ് ചപ്പാത്തി ഫ്രൈ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ ഇല്ല ഇത് നോക്കാം, നമുക്ക് നോക്കാം. ആ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. വാ ബബ്ലൂസ, ആ അറ്റത്തെ കട മറക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങള് ബീച്ച് വരുമ്പോ കേട്ടാ ഇവിടെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് തരും അല്ലേ ബബ്ലൂസ്? അങ്ങോട്ട് കാണിച്ചു തരും. ഇതൊരു വെറൈറ്റി ആണല്ലോ ബബ്ലൂസ്. വാ ഫിഷ് ആദ്യം ഒന്ന് കണ്ടിട്ട്. ഇതേണ്ട ലോബ്സ്റ്റർ ഫ്രൈ ആക്കി തരുന്നു. ഇത് കമ്മട്ടി ഞണ്ട് കണ്ടാ. കമ്മട്ടി ആണ്. ഞങ്ങള് ചില നാട്ടില് കമ്മട്ടി ഞണ്ടെന്നൊക്കെ പറയും. കടിയും കൂടെ മേടിച്ചു കേട്ടാ. തനി പിടിച്ചിട്ട് കൈ കഴിക്കും. ചതിച്ചേക്കരുത്. ഇതാണ് മഡ്ക്രാബ് അല്ലേ? മഡ്ക്രാബ് ഇത് ഇത്ര വെയിറ്റ് കുറവാണ് കേട്ടാ. വേണ്ട എനിക്ക് പിടിക്കണ്ട. അവിടെ വേണ്ട, അവിടെ വെച്ചേരി. പിടിച്ചോ, അവിടെ വെക്ക്. ബബ്ലൂസിന്റെ പ്രിയപ്പെട്ട സാധനം. എനിക്ക് ഇതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതും ഇഷ്ടമാണ്. ലോബ്സ്റ്ററും ഭയങ്കര ഇഷ്ടമാണ്. വേറെ സാധനം ഇരിക്കണം. തിരിത. ഇങ്ങോട്ട് വാ. ഇത് കണ്ട നമ്മുടെ തിരിത ഇരിക്കുന്ന കണ്ടോ? നല്ല ഫ്രഷ്. ഇത് കണ്ട, ഇത് തിരിതയാണ്. പിടിച്ചതാണ്. ഇപ്പൊ കൊണ്ടുവന്നില്ല. കാണുമ്പോ തന്നെ ആരാണേലും വാങ്ങിച്ചോണ്ട് പോകും. വീട്ടിൽ വേണേ മേടിച്ചോണ്ട് പോകാം. കൂടാതെ കുക്ക് ചെയ്ത് തരുന്നെങ്കിൽ അതും ചെയ്യും. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. അറിയാത്തവരുണ്ട് കണ്ടോ. ഇത് ഉറപ്പായിട്ട് എവിടെ കണ്ടാലും നിങ്ങൾ ഫ്രഷ് ആണേ വാങ്ങിച്ചു കഴിച്ചോണം. സൂപ്പറാ. ഇവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. ഇവര് കുക്ക് ചെയ്ത് തരും. അപ്പം അവിടെ കൂടെ എടുത്തിട്ട് നോക്കണം. അവിടെ കൂടെ എടുത്ത് ആ വീഡിയോ കൂടെ അവിടെ ഇതിനെത്രയാ? അതിന് ഒരു പീസ് ആകുമ്പോഴത്തേക്കും 800 വരത്തുള്ളൂ ഒരു പീസിന്. ഇതിന് ഒരെണ്ണം എങ്ങനെ എന്ത് ചെയ്തു തരും? മാം പറയുന്ന രീതിയിൽ ചെയ്തു തരും. റോസ്റ്റ് ചെയ്ത് തരും, ഗ്രില്ല് ചെയ്ത് തരും. മഡ്ക്രാബ് ഭയങ്കര സംഭവം കൂടിയതാണ്. പക്ഷെ മഡ്ക്രാബ് അതിനിച്ചിട്ട് വെയിറ്റ് കുറവാണ്. ഇത് ചെറിയ ഇതൊക്കെ വരും. പൊട്ടലൊക്കെ വന്ന സാധനം വണ്ടി പോകത്തില്ല. കാലില്ലെങ്കിൽ ഇതിലെ ചെറിയ പൊട്ടൽ നമുക്ക് എക്സ്പോർട്ട് പോകാൻ സാധനം നമുക്ക് ഇത് തന്നെയാണ്. എക്സ്പോർട്ട് വേണമെങ്കിൽ 2500 രൂപ 3000 കിലോ വരുമ്പോഴത്തേക്ക് 800 രൂപ 900 രൂപയ്ക്ക് നമുക്ക്. നമുക്ക് അവിടെ കൂടെ എടുത്തിട്ട് നോക്കിട്ട് വരാം. ഓക്കെ. ഇവിടെ മീൻ പിടിക്കുന്ന അവിടെ. ഇതൊരു ചെറിയ തട്ട് കേട്ടോ.
ചെറിയ ഷോപ്പാണ്. ചെറിയ പ്രൈസ്, ചെറിയ ഷോപ്പ്, ചെറിയ പ്രൈസ്, ചെറിയ മീൻ. ഇത് നമ്മുടെ കരിമീൻ ചെറുതാണ്, വലിയ കരിമീൻ, പല ടൈപ്പിലെ കരിമീനുണ്ട്. കടമ്പ് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് അല്ലേ? 350 ആണ് കേട്ടോ. ആളെ കൂടെ ഒന്ന് കാണിച്ചു തരും. നിങ്ങൾ ഇവിടെ ഫോർട്ട് കൊച്ചി ബീച്ച് വരുവാണ്, നല്ല ഫ്രഷ് മീനാണ്, നല്ല കടമ്പാണ്, ഏരിയാണ്, കരിമീൻ എല്ലാം ഉണ്ട് കേട്ടോ. വളർത്തല്ല കേട്ടോ. വരുവാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ചൈനീസ് ഫിഷിങ് കിട്ടുന്ന നേരെ ചെറിയ മീനുകൾ. പാവത്തിന്റെ മേടിച്ചോണേ. പറഞ്ഞ മാത്രമേ കേൾക്കുമല്ലോ. കഴിഞ്ഞെന്തോ ഫിഷിന്റെ അങ്ങോട്ടില്ലല്ലോ അല്ലേ? അങ്ങോട്ട് ഫിഷിന്റെ വേറെ ഇല്ലല്ലോ. ഫിഷ് ഇല്ല, ഇത്രയേ ഉള്ളു അല്ലേ? ഇന്ന് ഇത്രയേ ഉള്ളു ഫിഷ് കേട്ടാ. അതിന്റെ കുറവ് ഇവിടെ പിടിക്കുന്നതാണ് ചൈനീസ് നെറ്റ് ഉപയോഗിച്ചേട്ടാ. ഹായ് ബബ്ലൂസ്. ഹായ് ബബ്ലൂസ് എവിടെയാണ് ഇപ്പം നിൽക്കുന്നത്? അങ്ങനെ ഞങ്ങള് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നു. ബബ്ലൂസ് മീനൊക്കെ നോക്കുന്നുണ്ട്. മീനൊക്കെ നോക്കി, മീനൊക്കെ കണ്ട്. അപ്പൊ അതിക്ക് ശേഷം ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഞങ്ങളുടെ മഹാത്മാഗാന്ധി പാർക്ക്. നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാം. ഇവിടെ ബീച്ചുണ്ട്, ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഉണ്ട്, ഫിഷ് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. പിന്നെ എന്ത് തിരക്കാന്നറിയാം, ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ എന്ത് തിരക്ക്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഇവിടെ. അങ്ങോട്ടാ അങ്ങോട്ടൊക്കെ തിരിച്ചു കൊടുത്തേ, തിരിച്ചു കാണിച്ചത് നോക്കിയാൽ എന്ത് തിരക്കാണ്. വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ ഒന്നും പറയാനൊന്നും ഇല്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ബീച്ചാണ്. ഇനി നമ്മള് ഇങ്ങോട്ട് ബൈക്ക് അവിടെയല്ലേ വെച്ചേക്കുന്നത്? വണ്ടി അവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാർ പാർക്ക് കാണാൻ വന്നവരാണ്. ഇതാണ് നെഹ്റു പാർക്ക്. മഹാത്മാഗാന്ധി അല്ല കേട്ടോ, നെഹ്റു പാർക്ക്. നമ്മുടെ നെഹ്റുജിന്റെ പേരിലുള്ള ഒരു പാർക്ക് അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. നെഹ്റു പാർക്ക് എന്തായാലും നിറയെ ആളുണ്ട് കേട്ടോ പാർക്കില്, നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ വഴിയോര കച്ചവടക്കാരാ, നിറയെ കച്ചവടക്കാരൊക്കെ കണ്ട എല്ലാം ഇവിടെ. ഉപ്പുമാങ്ങ, പൈനാപ്പിള് നല്ലായിരുന്നു. ഉപ്പുമാങ്ങയും പൈനാപ്പിളൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലായിടും ഉണ്ട്. ഈ സ്ട്രീറ്റിന് ഒരു പ്രത്യേകത അറിയാം? എന്താണ്? അറിയത്തില്ല. ഇല്ല. ഇവിടെ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് വല്ലാർപാടം കാണും. ആണോ? അത് കൊള്ളാലോ. ബബ്ലൂസിന് പറ്റി നിക്കർ അത് പോകുന്നു. എനിക്കതൊന്നും വേണ്ട. ഉപ്പിലിട്ട പൈനാപ്പിൾ. ഇതിന് വേറൊരു പേരുണ്ട് ബബ്ലൂസിന്. വെറുതെയാണ്, ഓരോരുത്തരും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഗോവ പോകുമ്പോ ഒരു 3-4 വേണ്ട. നല്ല കിടപ്പുണ്ട് കേട്ടോ. അതേ ഉപ്പിലിട്ട എന്തായാലും വേണം. പൈനാപ്പിൾ മേടിക്കാം. ചില്ലറ ഉണ്ടോ? ചില്ലറ പിന്നെ 500 ചില്ലറ ചില്ലറ അവിടെ വെച്ചിട്ടുണ്ട്. ശംഖ് ഇത് കന്യാകുമാരി പോകുമ്പോഴത്തേക്ക് കാണുന്ന പോലെ ഭയങ്കര ഓർമ്മയാണ് അല്ലേ? പേരൊക്കെ എഴുതി കിട്ടുമല്ലോ. ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതെ, മുമ്പൊക്കെ. ബബ്ലൂസ് നമ്മൾ നേരത്തെ പോയ സ്ഥലത്തിന്റെ പേരെന്തോ? നമ്മള് അതേതായിരുന്നു? മട്ടാഞ്ചേരിയാ? മട്ടാഞ്ചേരി പിന്നെ എന്തോ പള്ളിയാ? ജൂതപ്പള്ളി അല്ലേ? ഇതല്ലേ ബബ്ലൂസ് മെട്രോ? മെട്രോ അങ്ങോട്ട് പോകും. മെട്രോ സ്റ്റേഷൻ. ബബ്ലൂസ് അന്നേരം നമുക്ക് വാട്ടർ മെട്രോയിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല അല്ലേ? ഇല്ല. നമ്മളെന്താ മറ്റേ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവിടെ മറ്റൊരു സാധനം ഉണ്ടല്ലോ, പോർച്ചുഗീസുകാർ പണിതാ. ആ സാധനത്തിന്റെ അവിടെ പോയില്ലല്ലോ. അവിടെ ഇതാണ് ബബ്ലൂസ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ. ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് മെട്രോയിൽ കയറി പോണ്ട കേട്ടാ. ഇതിലെ കൂടെ പോകുമ്പോ എപ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടാ. കാരണം ഫോർട്ട് കൊച്ചി ബീച്ചും ചൈനീസ് നെറ്റ് ഫിഷിങ്ങും വാട്ടർ മെട്രോ ഒക്കെ തൊട്ടടുത്തായോണ്ട് ഇത്രയും തിരക്ക്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സും ഇന്ത്യൻസ് ഒക്കെ വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടാ. കാണാനും മാത്രമുണ്ട്, എത്ര കണ്ടാലും നമ്മൾ മതി വരാത്ത കാഴ്ചകളാണ്. കൂടാതെ വഴിയോര കച്ചവടക്കാരുടെ ബഹളമാണ്. മിക്കതും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അങ്ങനെ കുറേ ദൂരം നടന്ന് ഒരു പരുവമായി കേട്ടാ. അപ്പൊ ഇനി എവിടെയെങ്കിലും കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് വേണം ഇനി പോകാൻ. സോഡ വരുവാ? ബബ്ലൂസ് ആ സോഡ വാങ്ങിച്ചു കഴിച്ചു.
സോഡ ഇങ്ങനെ പ്ലസ് നമ്മുടെ വണ്ടി ഇരിക്കുന്ന അവിടെ അല്ലേ? അവിടെ ശിവനെ കുടിച്ചോ പ്ലസ്? അങ്ങനെ ഒരു തണുത്ത സോഡ കുടിച്ച ഭയങ്കര ആശ്വാസം കേട്ടോ. നെഞ്ചിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താണെന്നറിയത്തില്ല, എവിടെ ചെന്നാലും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം. ഈ ഭാഗത്ത് വന്നിട്ട് തന്നെ കുറേ വെള്ളം കുടിച്ചു. ഭയങ്കരമായിട്ട് ദാഹമാണ്. എനിക്കൊന്ന് ഓരോ ക്ലൈമറ്റിന്റെ ആയിരിക്കും. ഇപ്പൊ ചൂട് കൂടിയതിന്റെ ആകാനാണ് സാധ്യത കേട്ടോ. ഇത് തന്നെയാണേലും ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, സമയമില്ലാത്ത കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനും പറ്റില്ല. അടുത്ത ദിവസം എന്തായാലും ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഞങ്ങൾ പോകുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചിരിക്കും. കൂടാതെ നിങ്ങൾ ഉറപ്പായിട്ടും വരണ്ടേയും കാണണ്ടേയും ബീച്ചാണ് ഇത് കേട്ടോ. ഇത് ബീച്ച് മാത്രമല്ല, വാട്ടർ മെട്രോ ഉണ്ട്, ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഉണ്ട്, ഫോർട്ട് കൊച്ചി ബീച്ച് ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടമാകത്തില്ല. നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു അടിപൊളി ബീച്ചും സ്ഥലങ്ങളും നമ്മൾ കാണാതെ പോകരുതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് തിരക്കി വരുന്ന ഒരു സ്പോട്ടാണിത്. അപ്പൊ വിദേശികൾ പോലും ഇവിടെ തിരക്കി വന്നിട്ട് നമുക്ക് മാത്രം ഒരു ഡിമാൻഡും ഇല്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.